സീന ഇന്നലെ പകലൊക്കെ അതിലേ നടക്കുന്ന കണ്ടു. അവനും ഉണ്ടടി കുഞ്ഞേ പറഞ്ഞുകൊണ്ട് മറിയാമ്മച്ചി മുന്നോട്ട് നടന്നു. അത് കേട്ടതും സ്റ്റെല്ലയിൽ ഒരു ഞെട്ടലായിരുന്നു. ഇനി എന്തു ചെയ്യും എൻ്റെ മാതാവേ? അലോഷിച്ചായൻ ഇനി അവിടെയുള്ള സ്ഥിതിക്ക് തൻ്റെ വീട്ടിൽ നിൽക്കുന്നത് സേഫ് അല്ല. പെട്ടെന്നായിരുന്നു കൂടെ പഠിക്കുന്ന മിന്നുവിൻ്റെ ചേട്ടൻ രാജേഷ് ഓട്ടോയുമായിട്ട് വന്നത്. സ്റ്റെല്ലയെ കണ്ടതും അവൻ വണ്ടി നിർത്തി. കൊച്ചേ, കയറുന്നോ? ഫാക്ടറിയിലേക്കാ അവൻ വിളിച്ചതും സ്റ്റെല്ല പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് വണ്ടിയിൽ കയറി. എന്തൊക്കെയുണ്ട് രാജേഷ് ചേട്ടാ വിശേഷം? മിന്നുവൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ആ, സുഖം. വിശേഷമൊന്നുമില്ല കൊച്ചേ, ഇങ്ങനെയൊക്കെ പോകുന്നു. എൻ്റെ അന്വേഷണം അറിയിക്കണേ. പറഞ്ഞേക്കാം. വീടിൻ്റെ അരികിലായുള്ള പബ്ലിക് കുഴൽക്കിണറിൻ്റെ അടുത്തായി കൊണ്ടുവന്ന് അവൻ വണ്ടി ഒതുക്കി നിർത്തി. സ്റ്റെല്ല യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. നെഞ്ചിടിപ്പോടു കൂടി അവൾ വീട്ടിലേക്ക് കയറി. അവിടെ ചെന്നപ്പോൾ വീടൊക്കെ പൂട്ടിക്കിടപ്പുണ്ട്. എവിടെ പോയി എല്ലാവരും? പേടിയോടെ അവൾ ചുറ്റിനും നോക്കി. അടുക്കള ചായ്പിൻ്റെ അരികിലുള്ള പൂച്ചെടി ചട്ടിയുടെ കീഴിലായിരുന്നു വീടിൻ്റെ താക്കോലിരുന്നത്. അവൾ എടുത്തു. അമ്മച്ചിയുള്ള കാലം മുതൽക്കേ അവിടെയാണ് വെക്കുന്നത്. അതുകൊണ്ട് തപ്പി കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നില്ല. വീടിൻ്റെ പൂട്ട് തുറന്ന് അകത്തേക്ക് കയറിയതും കണ്ടു സീന ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഒക്കെ ഡ്രസ്സൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത്. ഇതെവിടെ പോയി എല്ലാവരും? അവൾ ചാച്ചൻ്റെ മുറിയിലേക്ക് ചെന്നു. ചാച്ചൻ്റെ മുണ്ടും ഷർട്ടും ഒക്കെ അവിടെ തന്നെ അയയിൽ കിടപ്പുണ്ട്. എവിടെയെങ്കിലും പോട്ടെ, സമാധാനം കിട്ടും. അയാൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ തനിക്ക് പേടിയായേന് ഓർത്തുകൊണ്ട് മുൻവാതിൽ അടച്ചു കുറ്റിയിട്ട ശേഷം അവൾ വന്ന് കട്ടിലിൽ കയറി കിടന്നു. വല്ലാത്ത നടുവേദന, പുറമൊക്കെ പൊട്ടിപ്പോകും പോലെ. അവൾ എഴുന്നേറ്റ് ഒന്ന് ഞെളിഞ്ഞു കുത്തിയിരുന്നു. എന്നിട്ട് വേദന പോകാൻ വേണ്ടിയുള്ള ഒരു ഓയിൻമെൻ്റ് എടുത്തു. ചേച്ചിയുടേതാണ്. നേരത്തെ ഒരു പ്രാവശ്യം കാലുമടിഞ്ഞു വേദന എടുത്തപ്പോൾ അലോഷി വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തതായിരുന്നു. അതെടുത്ത് നന്നായിട്ട് നടുവിന് തേച്ചു പിടിപ്പിച്ചു. എന്നിട്ട് വീണ്ടും കട്ടിലിൽ കയറി കിടന്നു. ഇത്രയും ദിവസം സ്വസ്ഥതയുണ്ടായിരുന്നു. പാവം രാധമ്മ എന്തൊരു പോക്കാ പോയേ, ഒരു വാക്കുപോലും പറയാതെ കൊണ്ട്. സ്റ്റെല്ലയ്ക്ക് സങ്കടം വന്നു. തലേ ദിവസം ഉറങ്ങാനേ പറ്റിയില്ല. മരണവും ശവദാഹവും ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആയതുകൊണ്ട് എല്ലാത്തിനും പിന്നാലെ നടന്നു അവൾ ആകെ ക്ഷീണിച്ചിരുന്നു. മിഴികൾ താനെ അടഞ്ഞുപോയി. വാതിലിൽ ആഞ്ഞിടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് സ്റ്റെല്ല കണ്ണു തുറന്നത്. സമയം നോക്കിയപ്പോൾ 7 മണി. ഈശ്വരാ, എന്തൊരു ബോധം കെട്ട ഉറക്കമായിരുന്നു. ചാച്ചൻ വന്നെന്നാ തോന്നുന്നേ. പുറത്ത് ശക്തമായി മഴ പെയ്യുന്നുണ്ട്. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്നു. വാതിൽ തുറന്നതും ശക്തിയിൽ ഒരു കാറ്റ് വന്നടിച്ചു. പിന്തിരിഞ്ഞ് ഒരുവൻ നിൽക്കുന്നുണ്ട്. ആരാണെന്ന് കാണാൻ വയ്യ. വിറയലോടുകൂടി അവൾ ചോദിച്ചു. പെട്ടെന്ന് അയാൾ തിരിഞ്ഞു. മുഖത്തേക്ക് അലക്ഷ്യമായി വീണു കിടക്കുന്ന നനഞ്ഞ മുടി. നിറയെ ചരടുകൾ കെട്ടിയ അവൻ്റെ വലം കൈകൊണ്ട് ഒതുക്കിക്കൊണ്ട് അവൻ സ്റ്റെല്ലയെ അടിമുടി ഒന്ന് നോക്കി. ആ നോട്ടം കണ്ടതും സ്റ്റെല്ല മുഖം താഴ്ത്തി. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്നു. നിന്റെ തന്ത എവിടെ? എനിക്കറിയില്ല. ഞാൻ കുറച്ചു മുന്നെയാണ് വന്നത്. അതുകൊണ്ട് സത്യമായിട്ടും എനിക്കറിഞ്ഞൂടാ. പാവം, അവനെ കണ്ടതും വല്ലാതെ പേടിച്ചു വിറച്ചു. എന്നിട്ട് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. മറ്റവനോ? അലോഷിയെയാണ് ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. അറിയില്ല. ഞാൻ വന്നപ്പോൾ ഇവിടെ ആരുമില്ലായിരുന്നു. നീ എവിടെ പോയതാ? ജോലിക്ക് പോയതായിരുന്നു. അത് ശരി, നീ ജോലിക്ക് പോയിട്ട് വന്ന വരവാ അല്ലേ? പറഞ്ഞുകൊണ്ട് അവൻ മുറിയിലേക്ക് കയറി. നോക്കിയപ്പോൾ കണ്ട് ഒരു ബാഗ് ഇരിക്കുന്നത്. അവൻ ചെന്നിട്ട് അത് തുറന്നു നോക്കി. കുറച്ചു ഡ്രസ്സുകൾ. അവള് പറഞ്ഞത് സത്യമാണെന്ന് അത് കണ്ടപ്പോൾ തോന്നി. സ്റ്റെല്ല വിറച്ചുകൊണ്ട് വെളിയിൽ നിൽക്കുകയാണ്. മഴയായതുകൊണ്ട് ഒരു മനുഷ്യര് പോലും അവിടെ ഒന്നും തന്നെ ഇല്ല. ഇടയ്ക്കൊക്കെ ഈ നേരത്ത് കവലയിൽ പോയിട്ട് മടങ്ങിപ്പോകുന്ന ചേട്ടന്മാരെ ആരെയും അന്ന് ആ പരിസരത്ത് പോലും കാണാനില്ല. വാതിലടയുന്ന ശബ്ദം കേട്ടതും സ്റ്റെല്ല തിരിഞ്ഞു നോക്കി. കുറച്ചു മുന്നേ താൻ കൊണ്ടുവന്നിരുന്ന ബാഗും കയ്യിലെടുത്തുകൊണ്ട് വരുന്നുണ്ട് അയാൾ. ഇതെൻ്റെ ബാഗാണ്. കുറച്ച് തുണികൾ മാത്രമേ ബാക്കിയുള്ളൂ. വേറൊന്നുമില്ല. അത് മതി, വേറൊന്നും വേണ്ട. പറഞ്ഞുകൊണ്ട് അവൻ മഴയത്ത് നനഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് തൻ്റെ കാറിൻ്റെ പിന്നിലെ സീറ്റ് തുറന്ന് ആ ബാഗ് വെച്ചു. ശേഷം വീണ്ടും സ്റ്റെല്ലയുടെ അടുത്തേക്ക് വന്നു. നിന്റെ തന്തയും ചേട്ടനും കൂടി ഇന്ദ്രനോട് മേടിച്ചു കൂട്ടിയത് 1ഉം 2ഉമല്ല, 3-4 ലക്ഷം രൂപയാ. അത് ചോദിക്കാൻ വന്നതിന് എൻ്റെ അനിയനെ കുറെ തല്ലി. എന്നിട്ട് എന്നെയും വെല്ലുവിളിച്ചു. നൈസായിട്ട് കാലത്തെ മുങ്ങുകയും ചെയ്തു. അവൻ പറയുന്നത് കേട്ട് സ്റ്റെല്ല ഞെട്ടി നിൽക്കുകയാണ്. ഇതാണോ ചാച്ചൻ പറയുന്ന മംഗലം ബംഗ്ലാവിലെ ഇന്ദ്രൻ മുതലാളി? ആ, അതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷേ അതിനു പകരം വീട്ടണം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. പാവം പിടിച്ച പിള്ളേരുടെ നെഞ്ചത്തിനിട്ട് ചവിട്ടിയ അവനെയൊക്കെ വെറുതെ വിടില്ല. പക്ഷേ അതിനു മുന്നേ വേറെ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് വന്ന് വണ്ടിയിലോട്ട് കയറിക്കേ. ഇന്ദ്രൻ പറഞ്ഞത് കേട്ടതും സ്റ്റെല്ല ഞെട്ടി വിറച്ചു. എന്നിട്ട് അവനെ നോക്കി കരഞ്ഞു.
സത്യമായിട്ടും ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല. അകലെ ഒരു വീട്ടിൽ തളർന്നു കിടന്ന അമ്മയെ നോക്കാൻ വേണ്ടി പോയതാ. ഇന്നലെ കാലത്തെ ആ അമ്മ മരിച്ചുപോയി. അതുകൊണ്ട് തിരിച്ചു വന്നേ. വൈകാതെ തന്നെ ഞാൻ എവിടെയെങ്കിലും വീട്ടിൽ ജോലിക്ക് പൊയ്ക്കോളാം. എന്നെ ഉപദ്രവിക്കരുത്. അവന്റെ മുന്നിൽ തൊഴുകൈകളോട് നിന്നുകൊണ്ട് പാവം സ്റ്റെല്ല വാവിട്ട് നിലവിളിച്ചു. നീ എൻ്റെ കൂടെ വരണം. ഒരു ബലപ്രയോഗത്തിനിട വരുത്തരുത്. അവൻ കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് സ്റ്റെല്ലയുടെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് തന്നെ അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ ഇരുകാലിലും കെട്ടിപ്പിടിച്ചു. പ്ലീസ് ചേട്ടാ, ഞാനൊരു പാവമാണ്. എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. തൻ്റെ മുന്നിലിരുന്ന് കേഴുന്നവളെ അവൻ ഒന്ന് നോക്കി. എന്നിട്ട് കുനിഞ്ഞ് അവളുടെ തോളിൽ പിടിച്ച് മേൽപോട്ടുയർത്തി. തനിക്ക് അഭിമുഖമായി നിർത്തിയ ശേഷം അവളുടെ താടിത്തുമ്പ് പിടിച്ച് മേൽപോട്ടുയർത്തി. നിറഞ്ഞു തൂകിയ മിഴികൾ ഉയർത്തി അവൾ അവനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും ഇന്ദ്രൻ അവളുടെ വലം കൈയിൽ പിടുത്തമിട്ടിരുന്നു. വിടെന്നെ. അവൾ കൈ കുതറി മാറ്റുവാൻ ശ്രമിച്ചു. നിന്റെ പേരെന്താ? പെട്ടെന്ന് അവൻ ചോദിച്ചു. സ്റ്റെല്ല. വിറച്ചുകൊണ്ടാണ് അവൾ പറഞ്ഞത്. ഒന്ന് ഇരുത്തി മൂളിയ ശേഷം അവൻ തൻ്റെ കഴുത്തിൽ കിടന്ന മാല ഊരി അവളുടെ കഴുത്തിലേക്കിട്ടു. ഇന്നു മുതൽ നീ ഈ ഇന്ദ്രജിത്തിൻ്റെ ഭാര്യയാണ്, മംഗലത്ത് വീട്ടിലെ എല്ലാവരുടെയും മുന്നിൽ. അതും ഒരുപാട് നാളുകളൊന്നും വേണ്ട, ഒരു 6 മാസക്കാലം. ബാക്കി കാര്യങ്ങളൊക്കെ തറവാട്ടിലെത്തിയ ശേഷം പറയാം. പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നേരെ മുറ്റത്തേക്കിറങ്ങി. വിട്, എന്നെ വിട്ടേ. പ്ലീസ് ചേട്ടാ, എന്നെ വിട്ടേ. ഞാൻ ഒച്ച വയ്ക്കും. വിടുന്നുണ്ടോ? പാവം ആ പെൺകുട്ടി വായിൽ വന്നതെല്ലാം വിളിച്ചു കൂവി. പക്ഷേ ആ വലിയ പേമാരിയിൽ അവളുടെ വാക്കുകൾ ആരും കേട്ടിരുന്നില്ല. അവളെ വലിച്ചിഴച്ചുകൊണ്ടുവന്ന് അവൻ വണ്ടിയിൽ കയറ്റി. ഡോർ ലോക്ക് ചെയ്ത ശേഷം ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് അകത്തേക്ക് കയറി. ശരവേഗത്തിൽ ഇന്ദ്രൻ തൻ്റെ കാർ ഓടിച്ചുപോയി. പിറ്റേ ദിവസം കാലത്ത് 9 മണി. ഒരു വലിയ വീടിൻ്റെ മുന്നിൽ ഇന്ദ്രൻ്റെ വണ്ടി വന്നു നിന്നു. സെക്യൂരിറ്റി വളരെ ഭവ്യതയോടുകൂടി വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. ആരൊക്കെയോ കുറച്ച് ആളുകൾ ഉമ്മറത്തിരിപ്പുണ്ട് എന്ന് സ്റ്റെല്ല കണ്ടു. പേടിയോടെ അവൾ മുഖം തിരിച്ച് ഇന്ദ്രനെ നോക്കി. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഒരുപാട് നേരം ഒന്നും വേണ്ട. കുറച്ച് സമയത്തേക്ക് നീ ഇവിടെ എൻ്റെ ഭാര്യയായി അഭിനയിക്കണം. അതിനുശേഷം ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവൻ കടുപ്പിച്ചു പറഞ്ഞതും സ്റ്റെല്ല തലകുലുക്കി. വീതി കസവുള്ള സെറ്റും മുണ്ടും ഉടുത്ത് കാതിൽ ജിമിക്കി കമ്മലും 2 കൈകളിലും 2 വളയും ഇട്ട് മുടി നിറയെ മുല്ലപ്പൂവും ചൂടി കഴുത്തിൽ ഇന്ദ്രൻ അണിയിച്ച മാലയും അണിഞ്ഞ് അവൻ്റെ കൈപിടിച്ചുകൊണ്ട് കയറി വരുന്ന ആ കൊച്ചു പെൺകുട്ടിയുടെ മുഖത്തേക്കായിരുന്നു അവിടെ കൂടിയവരുടെ എല്ലാം മിഴികൾ. ഇന്ദ്രൻ്റെ വലം കൈയിൽ അവളുടെ കൈകൾ വിറയലോടെ അമർന്നു. ഇന്ദ്ര. പടികൾ കയറി അകത്തേക്ക് വന്നതും ഏതോ ഒരു പെൺകുട്ടി പാഞ്ഞു വന്നു ഇന്ദ്രൻ്റെ കൂടെ നിന്നിരുന്ന സ്റ്റെല്ലയെ പിടിച്ചു മാറ്റി. പെട്ടെന്നായതുകൊണ്ട് സ്റ്റെല്ല നിലത്തേക്ക് വീണു. അപ്പോഴേക്കും ഇന്ദ്രൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തന്നോട് ചേർത്ത് നിർത്തി. ഇതാരാ ഇന്ദ്ര? നിന്റെ കൂടെ നിൽക്കുന്ന ഈ പെണ്ണ് ഏതാന്ന്? അവൾ അലറി വിളിച്ചുകൊണ്ട് സ്റ്റെല്ലയെ തുറിച്ചു നോക്കി. മംഗലത്ത് വീട്ടിലെ ഇന്ദ്രജിത്തിൻ്റെ ഭാര്യ, സ്റ്റെല്ല മേരി കുര്യൻ. അവൻ പറഞ്ഞു കഴിയും മുന്നേ സ്റ്റെല്ലയുടെ കവിളിലേക്ക് ഒരു കരം പതിഞ്ഞു. ഉണ്ണിമായേ. അലറി വിളിച്ചുകൊണ്ട് ഇന്ദ്രൻ അവളുടെ വലം കൈയിൽ പിടുത്തമിട്ടു. എൻ്റെ ഭാര്യയെ അടിക്കാനുള്ള അവകാശം നിനക്കാരാടി പുല്ലേ തന്നത്? ഞെരിഞ്ഞമരുകയാണ് ഇന്ദ്രൻ്റെ കയ്യിൽ ഉണ്ണിമായയുടെ വലം കൈ. ആ, വിടുന്നുണ്ടോ? എനിക്ക് വേദനിക്കുന്നു. വിട്ടേ. വിടാനല്ലേ പറഞ്ഞത്? ഉണ്ണിമായ കിടന്ന് കുതറിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. ഇന്ദ്ര, അവളെ വിടടാ. പിന്നിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കി. ഒപ്പം സ്റ്റെല്ലയും. കടും ചുവപ്പ് നിറമുള്ള കാഞ്ചീപുരം പട്ടണിഞ്ഞുകൊണ്ട് കഴുത്തിൽ ഒരു കാശിമാലയും ഒപ്പം വെള്ളി മുത്തുമാലയും കൈകളിൽ ലക്ഷ്മി വളകളും വിരലിൽ നവരത്ന മോതിരവും. നീണ്ട് അഴിഞ്ഞു വീണ കേശഭാരം. നെറ്റിയിൽ ചുവന്ന നിറമുള്ള വട്ടപ്പൊട്ട്. അതിൻ്റെ മേലെ ഉണങ്ങാൻ തുടങ്ങിയ ചന്ദനം. അഭൗമ സുന്ദരിയായ ഒരു യുവതി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ സ്റ്റെല്ല നോക്കി നിന്നുപോയി, കണ്ണെടുക്കാതെ കൊണ്ട്. അവളുടെ കയ്യിൽ നിന്ന് വിടടാ. അവർ ശബ്ദമുയർത്തി. ഇല്ലെങ്കിലോ? ഇന്ദ്രനും വിട്ടുകൊടുത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എന്നെ ചെയ്യുമോ? എടാ. കിടന്ന് ഒച്ച വയ്ക്കണ്ട. വെറുതെ അല്ല ഞാൻ ഇവളുടെ കയ്യിൽ കയറി പിടിച്ചത്. അതിന് വ്യക്തമായ കാരണം ഉള്ളതുകൊണ്ടാ. എന്ത് കാരണം? എൻ്റെ ഭാര്യയെ അടിക്കാനുള്ള അവകാശം ഇവൾക്കില്ല, അത്ര തന്നെ. ഭാര്യയോ? അതാരാ? ഞങ്ങളറിയാത്ത ഒരാള്. പറഞ്ഞുകൊണ്ട് അവർ ചിരിച്ചു. അറിയിക്കാം. എല്ലാവരെയും അറിയിക്കാനാണ് വന്നത്. പറയുന്നതിന് ഒപ്പം തൻ്റെ പിന്നിലായി നിന്നിരുന്ന സ്റ്റെല്ലയെ വലിച്ചു തന്നോട് ചേർത്ത് നിർത്തി. ഇത് സ്റ്റെല്ല, എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളാണ്. എനിക്ക് ഇവളെയും ഇവൾക്ക് എന്നെയും ഇഷ്ടമാണ്. ഇവിടെ ആരും ഞങ്ങളുടെ ബന്ധം അംഗീകരിച്ചു തരില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് കാലത്തെ വലിയങ്കാവിൽ അമ്മയുടെ നടയിൽ വെച്ച് ഇവളെ താലി ചാർത്തി. നോ. അവൻ പറഞ്ഞു തീരും മുന്നേ ഉണ്ണിമായ അലറി. ഇല്ല, ഞാനിതിന് സമ്മതിക്കില്ല. അച്ഛൻ പെങ്ങളെ, ഇന്ദ്രൻ പറയുന്നത് കേട്ടോ? എന്നെ മറന്നിട്ട് മറ്റൊരു പെണ്ണിനെ? ഇല്ല, സമ്മതിക്കില്ല. ഇവളെ പറഞ്ഞുവിട്. ഒരു ഭ്രാന്തിയെ പോലെ അലമുറയിടുകയാണ് ഉണ്ണിമായ. ഇന്ദ്രൻ എൻ്റെയാ, എൻ്റെ മാത്രം.
മറ്റൊരുത്തിക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വിട്ടുകൊടുക്കില്ല. പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും സ്റ്റെല്ലയുടെ നേർക്ക് പാഞ്ഞു വന്നു. പേടിയോടെ അവൾ ഇന്ദ്രനെ അള്ളിപ്പിടിച്ചു. വലം കൈയാൽ അവളെ പൊതിഞ്ഞുകൊണ്ട് അവൻ ഉണ്ണിമായയെ തടഞ്ഞു. സ്റ്റെല്ലയുടെ നേർക്ക് നിന്റെ വിരൽ പോലും ഉയർന്നാൽ ഈ ഇന്ദ്രൻ ആരാണെന്ന് അറിയും. അവന്റെ ശബ്ദം അവിടമാകെ മുഴങ്ങി. അപ്പച്ചി, ഇന്ദ്രൻ പറയുന്നത് കേട്ടില്ലേ? എന്നിട്ട് അപ്പച്ചിക്ക് ഒന്നുമില്ലേ മറുപടി? ഉണ്ണിമായ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. മാലതി, വന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയേ. ഏതോ ഒരു സ്ത്രീ വന്നു അവൾ അകത്തേക്ക് പോയി. എന്റെ മകനാണ് നീയെങ്കിൽ മര്യാദയ്ക്ക് ഈ പെണ്ണിനെ പറഞ്ഞയച്ചിട്ട് ഉണ്ണിമായയെ സ്വീകരിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ മഹാലക്ഷ്മി ആരാണെന്ന് നീ അറിയും. അവർ ശബ്ദം ഉയർത്തിയതും ഇന്ദ്രന്റെ അടുത്ത് നിന്ന് സ്റ്റെല്ല അകന്നു മാറാൻ നോക്കി. പക്ഷേ അവൻ അവളെ അല്പം കൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പാവം പെൺകുട്ടി വല്ലാണ്ട് വിറയ്ക്കുകയായിരുന്നു അപ്പോഴും. അമ്മയെപ്പോലെ തന്നെ വാശിയും ദേഷ്യവും ഒക്കെ ഉള്ളവനാണ് ഈ ഞാനും. അതുകൊണ്ട് എല്ലാവിധ സ്നേഹ ബഹുമാനങ്ങളോടും പറയട്ടെ, മംഗലത്തെ വീട്ടിലെ ഇന്ദ്രജിത്തിന് ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്ന സ്റ്റെല്ലയാണ്. അല്ലാതെ ഒരുത്തിയും വേണ്ടെനിക്ക്. പറഞ്ഞുകൊണ്ട് തന്നെ അവൻ വെളിയിലേക്ക് ഇറങ്ങി, സ്റ്റെല്ലയെയും ചേർത്ത് പിടിച്ചുകൊണ്ട്. വണ്ടിയിൽ കയറിയതും സ്റ്റെല്ല ശ്വാസം എടുത്തു വലിച്ചു. പേടിച്ചു പോയോടി നീ? വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ അവൻ സ്റ്റെല്ലയെ നോക്കി ചോദിച്ചു. അവൾ പക്ഷേ ഒരക്ഷരം പോലും സംസാരിച്ചില്ല. എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടെന്ന് അവൾക്ക് തോന്നി. ഒപ്പം ഉണ്ണിമായയുടെ ഉറക്കെയുള്ള നിലവിളിയും തന്നെ നോക്കിയുള്ള വെല്ലുവിളിയും അവൾക്ക് ഓർമ്മ വന്നു. മാതാവേ, എന്റെ ജീവിതം ഇനി എങ്ങോട്ടാണ്? ചാച്ചനും അലോഷിച്ചേട്ടനും കൂടി ഈ പാവം എന്നെ ബലിയാടാക്കി. ചീറിപ്പാഞ്ഞു പോകുകയാണ് ഇന്ദ്രന്റെ മഹേന്ദ്ര താർ. സ്റ്റെല്ല കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ടിരുന്നു. ഒരു വലിയ നാലുകെട്ടിന്റെ മുന്നിലായിരുന്നു അവന്റെ വണ്ടി വന്നു നിന്നത്. മംഗലത്ത് നാലുകെട്ട്. ചുവരിൽ എഴുതിയ ലിപി അവൾ വായിച്ചു നോക്കി. ഇന്ദ്രൻ അപ്പോഴേക്കും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങണോ വേണ്ടയോ എന്നോർത്ത് പേടിച്ചിരിക്കുകയാണ് സ്റ്റെല്ല. പെട്ടെന്നാണ് അവൻ ഡോർ തുറന്നത്. അവളൊന്നു പകച്ചു. കണ്ണടച്ച് തുറക്കും മുന്നേ അവൻ സ്റ്റെല്ലയെ എടുത്ത് ഒന്ന് വട്ടം ചുറ്റിച്ചു. പാവം. പേടിയോടെ അവൾ ഉറക്കെ നിലവിളിച്ചു. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് സ്റ്റെല്ല കുതറിക്കൊണ്ട് താഴേക്ക് നോക്കി. അപ്പോഴാണ് അവൾ കണ്ടത് ഒരു പട്ടിക്കുട്ടി വന്നിട്ട് ഇന്ദ്രന്റെ കാൽ കീഴിൽ നിൽക്കുന്നത്. ദാസേട്ടാ, അവന്റെ അലർച്ച കേട്ടുകൊണ്ട് ഒരു മനുഷ്യൻ ഓടി വന്നു. കുഞ്ഞേ, ഞാൻ അകത്തായിരുന്നു. ഇവനെ കൂട്ടിൽ കയറ്റിക്കേ. ഇന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞതും അയാൾ ആ പട്ടിയും വലിച്ചുകൊണ്ട് പിറകുവശത്തേക്ക് പോയി. തന്റെ നെഞ്ചിലൂടെ ഊർന്ന് ഇറങ്ങുന്നവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ അകത്തേക്ക് കയറി. അച്ചമ്മേ, അവന്റെ ഉറക്കെയുള്ള വിളിയൊച്ച കേട്ടതും അകത്തു നിന്നും ഒരു സ്ത്രീ ഇറങ്ങി വന്നു. പൂജാമുറിയിലാണ്, ഇപ്പൊ വരും. സ്റ്റെല്ല, അവൻ വിളിച്ചതും സ്റ്റെല്ല പേടിയോടെ മുഖമുയർത്തി. കയറി വാ, ഇനി മുതൽ ഇവിടെയാണ് നിന്റെ താമസം. അത് കേട്ടതും ആ പെൺകുട്ടി അവന്റെ അടുത്തേക്ക് വന്നു. നിൽക്കവിടെ, ആരോട് ചോദിച്ചിട്ടാ ചുമ്മാതെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടു വരുന്നത്? അകത്തു നിന്നും ആരോ ഇറങ്ങി വരുന്നുണ്ട്. സ്റ്റെല്ല മിഴികൾ അകത്തെ മുറിയിലേക്ക് പാഞ്ഞു. സെറ്റും മുണ്ടും ഒക്കെ ഉടുത്ത ഒരു ഐശ്വര്യമുള്ള ഒരമ്മുമ്മ ഇറങ്ങി വരുന്നുണ്ട്. നെറ്റിയിൽ കുങ്കുമപ്പൊട്ടും മീതെ നീളത്തിൽ വരച്ചിരിക്കുന്ന ഭസ്മക്കുറിയും. കാതിലെ വൈഡൂര്യ കമ്മൽ ഒളിവെട്ടാതെ മിന്നി തെളിഞ്ഞു നിൽക്കുന്നത് സ്റ്റെല്ല നോക്കി നിന്നു. കഴുത്തിൽ കരിമണിമാല, ഒപ്പം തന്നെ തുളസിമാലയും. കൈകളിൽ കത്തിച്ചു വെച്ച 5 തിരി വിളക്കും ഏന്തി അവർ വന്നു ഉമ്മറപ്പടിയിൽ നിന്നു. അച്ചമ്മേ, അങ്ങോട്ട് ഇറങ്ങി നിന്നേ ഇന്ദ്ര, കുട്ടിയുടെ ഒപ്പം. എന്നിട്ട് ഐശ്വര്യമായിട്ട് രണ്ടാളും കൂടി കയറി വരൂ. അവര് നിലവിളക്ക് സ്റ്റെല്ലയുടെ നേർക്ക് നീട്ടി. ജാതി വേറെയാണെന്നൊക്കെ അറിയാം, സാരമില്ല, ഇപ്പോൾ ഇതങ്ങോട്ട് പിടിച്ചോളൂ ട്ടോ. എന്നിട്ട് വിശ്വസിക്കുന്ന ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കയറി വരൂ മോളെ. അവര് പറഞ്ഞതും സ്റ്റെല്ല ഇന്ദ്രനെ നോക്കി. മേടിച്ചോളൂ. അവന്റെ നിർദ്ദേശം കിട്ടിയതും സ്റ്റെല്ല പെട്ടെന്ന് തന്നെ നിലവിളക്ക് വാങ്ങി. ഇന്ദ്രനും സ്റ്റെല്ലയും കൂടി അങ്ങനെ അകത്തേക്ക് കയറിയത്.